ജി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ വാഗമണിലാണ് കേട്ടോ. പ്രകൃതി ഭംഗിയുടെ ഒരു കോട്ട എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇടുക്കി ജില്ലയെ. അപ്പോൾ ഇടുക്കിയെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല. ആളുകൾ എത്തിച്ചേരാത്ത ഒരുപാട് സ്പോട്ടുകൾ ഇപ്പോഴും വാഗമണിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കോട നിറഞ്ഞ 2-3 സ്പോട്ടുകളിലേക്ക് നമുക്ക് പോയാലോ. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് വാഗമണിലെ തങ്ങൾപ്പാറയിലാണ്. അപ്പോൾ നമ്മൾ കോട പ്രതീക്ഷ വന്ന് എന്തായാലും കോട കയറി വരുന്നുണ്ട്. എന്തായാലും നമുക്ക് മേലിട്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് തങ്ങൾപ്പാറയിൽ മേളിൽ കയറിയിട്ടുള്ള ആ വ്യൂ ആണ് കേട്ടോ. അവിടെ നൂപ്പാരം തരുന്നുണ്ട്. ഈ വീഡിയോയിൽ വില്ലനുണ്ട് കേട്ടോ നമ്മുടെ കൂടെ. നീ പറഞ്ഞ ഡയലോഗ് എന്തോ ഏതുമില്ല എവിടുത്തെ ഇല്ല. ആട്ട് നോക്കി കുറച്ച് ബിരിയാണി എടുക്കട്ടെ. ആട്ട് നോക്കി അതിന് കയറി ഇതങ്ങല്ല മക്കളെ. നീ അങ്ങ് അപ്പുറത്ത് പോകണം. അതെ നീ അങ്ങ് അപ്പുറത്ത് പോകണം. എത്തി നമുക്ക് ഈ വ്യൂ പോയിന്റ് അങ്ങ് അറ്റം എത്തിപ്പറ്റണമെങ്കിൽ നന്നായിട്ട് കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ കേട്ടോ. കേൾക്കുന്നില്ല. ഞാനിപ്പോഴേ അതിനെക്കൂടി ഇങ്ങനെ നടന്നു. വീഡിയോ എടുക്കണം, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്നത് തങ്ങൾപ്പാറയുടെ തൊട്ട് താഴെയുള്ളൊരു വ്യൂ പോയിന്റ് ആയിട്ടോ. കുറച്ച് ഡേഞ്ചർ ഏരിയ ആണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടല്ലോ, താഴെ അഗാധമായ കുഴിയാണ്. അപ്പം വണ്ടിയൊക്കെ കൊണ്ടുവരുന്നവർ കുറച്ച് മേളിലോട്ട് പാർക്ക് ചെയ്ത് വേണം. കാരണം വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. പിന്നെ താഴെ കുഴി ചെന്ന് വാരി എടുക്കാവുന്നതേ ഉള്ളൂ. എടുത്താൽ കിട്ടുമെന്ന് തന്നെ നമുക്കറിയത്തില്ല. അപ്പോൾ വാഗമണ്ണ് വരുന്നവർ മസ്റ്റായിട്ടും ഈ 2 സ്പോട്ടും ഒന്ന് വ്യൂ ചെയ്തിട്ട് പോവുക. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ 2 സ്പോട്ടും തരുന്നത്. ഞാൻ കുറച്ച് വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ വണ്ടിയിലോട്ട് നോക്കിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നൊരു കാഴ്ചയാണ്. 2 പയ്യന്മാരിരുന്ന് ഫോട്ടോ എടുക്കുന്നു. എൻ്റെ വണ്ടിയിലിരുന്നിട്ട് 2 പയ്യന്മാർ ഫോട്ടോ എടുക്കുക. അപ്പം കുഞ്ഞുനാളിൽ ഞാൻ ആഗ്രഹിച്ച കാര്യം എൻ്റെ വണ്ടിയിൽ 2 കൊച്ചു പിള്ളേർ ആ ആഗ്രഹം സാധിക്കുന്ന കണ്ടപ്പം എനിക്ക് എൻ്റെ മനസ്സിനകത്ത് ഒരു എമോഷണലാണോ സന്തോഷമാണോ എന്തോ ആണെന്ന് അറിയിക്കാൻ പറ്റത്തില്ലത്. അമ്മാതിരി ഒരു ഫീലായിരുന്നു. വാഗമണിലെ അടുത്തൊരു കിടിലൻ സ്പോട്ടാണ് പരുന്തുംപാറ. അപ്പം നമ്മളിപ്പം പരുന്തുംപാറയിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കോടയും പിന്നെ നമുക്ക് കഷ്ടപ്പാടില്ലാതെ നടന്ന് കാഴ്ചകളെല്ലാം കാണാൻ പറ്റും. ഇവിടെ വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യൂ പോയിൻ്റാണ് ഇത്. അപ്പോൾ പരുന്തുംപാറയിലെ അടുത്തൊരു വ്യൂ പോയിൻ്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിറങ്ങുന്ന വഴിയിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് കുറച്ച് ഓഫ് റോഡാണ്, നമുക്ക് നടന്നു കയറി പോകാനേ പറ്റുള്ളൂ. പക്ഷെ ഞങ്ങൾ കളിച്ചില്ല, ഞങ്ങൾ വണ്ടിയും കൊണ്ട് കയറി അത് കണ്ടിട്ടാണ് തിരിച്ചിറങ്ങിയത്. പിന്നെ കാണുന്നത് അപ്പോൾ ഞങ്ങളുടെ അടുത്ത സ്പോട്ട് പാഞ്ചലമേട്ടിലേക്ക് ഞങ്ങൾ എത്തിരിക്കുകയാണ്. പാഞ്ചലമേട്ടിലേക്കുള്ള എൻട്രി ഗേറ്റാണ് ഇത്. ഇവിടെ വീട്ടിൻ്റെ നമുക്ക് ടൂറിസത്തിൻ്റെ ചാർജും കാര്യങ്ങളുണ്ട്. ഗേറ്റ് കയറി കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പോട്ട് കഴിയുമ്പോഴേക്കാണ് ഇവിടെ കടയുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 മീറ്ററിനകത്ത് ബീച്ചിൻ്റെ അവിടെ നിന്ന് നേരെ കയറി വന്ന് വടക്കോട്ട് കയറി കുറച്ച് കയറ്റം കയറി ഒരു അമ്പലം, ദേവിയുടെ അമ്പലം. ഇവിടുന്ന് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ ഒരു 1/2 കിലോമീറ്റർ വ്യൂ പോയിന്റ് പോകാം.
ഒരു 5 മണിയായി. അയ്യോ, അങ്ങനെ ഞങ്ങൾ അവസാനത്തെ സ്പോട്ട് കവർ ചെയ്ത് അവിടെ തിരിച്ച് ഇറങ്ങാൻ പോവാം കേട്ടോ. പന്നി